പാൻ സുപാരി, ഹാൾഡി കേസർ, കാലി മിർച്ച് ഇതുപോലുള്ള ഫ്ലേവർ ഒക്കെ വായിച്ച് എന്റെ തല തന്നെ തണുത്തു പോയി ചേട്ടാ. ഇത് ഐസ്ക്രീം ഫ്ലേവറുകളുടെ പേരാണോ അതോ റേഷൻ കടയിലെ സാധനങ്ങളുടെ ലിസ്റ്റോ? എടാ ഇപ്പോഴും നീ ആ ലിസ്റ്റ് വായിച്ചോണ്ടിരിക്കുകയാണോ? കിറ്റ്കിറ്റെ, നീ ഇനി അടുത്ത വർഷം ഐസ്ക്രീം കഴിക്കുന്നുള്ളോ? മണി, ഒരുപാട് വലിയ ലിസ്റ്റാണിത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ വായിക്കകത്ത് കുത്തിക്കയറ്റി വെക്കായിരുന്നു, സമാധാനം കിട്ടിയത്. സോറി പോപ്പട്ടെ, ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ചേട്ടാ, എനിക്കൊരു ചോക്ലേറ്റ് തന്നാ മതി. ചോക്ലേറ്റ് വേണമെങ്കിൽ ജനറൽ സ്റ്റോറിൽ നോക്കിയാൽ മതി. നമ്മളിപ്പോ നിൽക്കുന്നത് ഐസ്ക്രീം പാർലറിലാണ്. എടാ ഹണി, നീ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശത്രുക്കളും ആയിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ നീ കൗണ്ടർ അടിക്കുന്ന എന്തിനാ? എന്റെ പൊന്നു ഹണി, ഇവൻ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാ ചോദിക്കുന്നത്. ഓക്കെ, ഐ എം സോറി. ചേട്ടാ, എനിക്കൊരു മാൻഡി തന്നേക്ക്. അതിനെ മാൻഡി എന്നല്ല ക്യാൻഡി എന്നാ പറയുന്നത്. സംശയമുണ്ടോ? ചിലപ്പോ മാംഗോ ക്യാൻഡി ആയിരിക്കും ചോദിക്കുന്നത്. അത് ഷോർട്ടാക്കി മാൻഡി എന്നാക്കിയായിരിക്കും. ഞാൻ ആ മാൻഡിയുടെ കാര്യത്തിൽ കുഴങ്ങിയിരിക്കുകയാണ്. എന്ത് പറ്റി ഇൻസ്പെക്ടർ പാണ്ടാ? മാൻഡി എന്ന് പേരുള്ള ഒരു കള്ളൻ വീണ്ടും ഒരു ഷോപ്പിൽ കയറി കവർച്ച നടത്തി. എനിക്ക് അവനെ എങ്ങനെയെങ്കിലും പിടിച്ചേ മതിയാവൂ. അവനെ പിടിച്ചില്ലെങ്കിൽ എന്നെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും. ഇവരെല്ലാവരും മാൻഡി ബോസിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അയാളെ സാറ് കണ്ടുപിടിച്ചാലല്ലേ കിട്ടുള്ളൂ. ഇവിടെ വന്ന് ഈ ഐസ്ക്രീം കടക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാല് മാൻഡി എങ്ങനെ കിട്ടാനാണ്? ഹണി, ഞാൻ കാൻഡി തന്നെയാണ് ചോദിച്ചത്. എനിക്കാകെ കൺഫ്യൂഷൻ ആയിട്ട് വയ്യ. സാറ് പിടിക്കാൻ പോകുന്നത് കാൻഡിയാണോ അതോ മാൻഡിയാണോ? എനിക്ക് മാൻഡി തന്നെയാണ് പിടിക്കേണ്ടത്. പക്ഷേ ടെൻഷൻ മാറ്റുവാനായി എനിക്കിപ്പോൾ കാൻഡിയും കഴിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനിപ്പോൾ അവരെ എവിടെ ചെന്നാണ് അന്വേഷിക്കുക. പാണ്ടാ സാറേ, സാർ തൽക്കാലം ഈ ക്യാൻഡി കഴിച്ച് തലേന്ന് തണുപ്പിക്ക്. ഞാനിവിടെ ഇല്ലേ, എനിക്കറിയാം മാൻഡി എവിടെയാന്ന്. എങ്ങനെ? അതെ, എന്റെ പേര് കിറ്റ് എന്നാണ്. ഏതൊക്കെ കള്ളന്മാർ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഈ കിറ്റിന് നന്നായിട്ട് അറിയാം. എടാ, നിന്റെ ലൗഡ് സ്പീക്കറിന്റെ വോളിയം ഒന്ന് കുറയ്ക്ക്. എനിക്ക് ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നതാ. മാൻഡി പഴയൊരു മില്ലിലുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കൂട്ടുകാരനാ പറഞ്ഞത്. അവൻ ഈർക്കിലി പരമുന്റെ കൂടെ തുരപ്പം മാൻഡിയെയും കണ്ടെന്ന്. സത്യമാണ്. സത്യത്തിൽ അവരുടെ പേര് കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നു. ഈർക്കിലിയും പിന്നെ തൊരപ്പനും രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതെന്ത് പേരാ? ഇതൊരു തുരപ്പം മാൻഡി. അത് പിന്നെ അവൻ തുരപ്പനെ പോലെയാ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അവനെ തുരപ്പൻ മാൻഡി എന്ന് വിളിക്കുന്നത്. ഇത്തവണ അവൻ രക്ഷപ്പെടില്ല. ടിപ്പ് തന്നതിന് വളരെ നന്ദി കിറ്റ്. അവിടെ വെച്ചിരിക്കുന്ന ബോക്സിൽ നിന്ന് ഒരു കൂൾ ഡ്രിങ്ക്സും 2 മാംഗോ ജ്യൂസ് എടുത്തിട്ടോ. വേഗാവട്ടെ. അതെ, ടിപ്പ് മേടിച്ച സ്ഥിതിക്ക് അതിനുള്ള ജോലി ചെയ്തുകൂടെ? എടാ ഹണി, ടിപ്പ് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ എന്ന അർത്ഥം. കിറ്റ് പാണ്ടാ സാറിന് ഇൻഫർമേഷനല്ലേ കൊടുത്തത്, അതിനെയാണ് ടിപ്പ് എന്ന് പറയുന്നത്. മാൻഡി, ഞാനിതാ വരികയാണ്. ഈ കിറ്റിനെ ഒന്ന് നോക്കി വെച്ചേക്കാം. ചേട്ടാ, തുരപ്പം മാൻഡിയെ കുറിച്ച് പോലീസിനോട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കാകെ പേടിയാവുന്നു. എടാ കിറ്റ്കിറ്റെ, നീ നല്ലൊരു കാര്യം തന്നെയാ ചെയ്തത്. നീ പേടിക്കേണ്ട കിറ്റ്കിറ്റെ, നീ ഒരു നല്ല കാര്യം തന്നെയാ ചെയ്തത്. ഞങ്ങൾ നിന്റെ കൂടെ തന്നെയുണ്ട്. ചേട്ടാ, കിറ്റ് എന്നൊരു ഞണ്ട് ചേട്ടൻ എവിടെയാ ഉള്ളതെന്ന് പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ വേഗം ആ ഒളിത്താവളത്തിൽ നിന്ന് മാറേണ്ടി വരും. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരും എന്റെ പുറകേണ്ടെന്നാ തോന്നുന്നത്. ഓടിക്കോടാ. എടാ ഞണ്ടേ, നീ എങ്ങോട്ടാ ഓടുന്നേ? ഇന്ന് നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നീ ഒറ്റ കൊടുത്തത് ഞങ്ങളുടെ മാൻഡി ബോയിയാടാ. എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, എന്നെ ഒന്ന് രക്ഷിക്കേ. ഈ ഞണ്ടിനെ നമ്മൾ ചമ്മന്തിയാക്കിയില്ലെന്നുണ്ടെങ്കിലേ മാൻഡി ബോയ് നമ്മളെ ചമ്മന്തിയാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. വാ, നമുക്ക് പോയി അവനെ പിടിക്കാം. വാ. എന്നെ വെറുതെ വിട്. എന്തിനാ എന്നെ ഇങ്ങനെ ഓടിക്കുന്നത്? രക്ഷിക്കണേ, വിടെന്നെ. അയ്യോ, രക്ഷിക്കണേ. അല്ല, അവനവിടെ പോയി. അവൻ താ നിന്റെ കയ്യിലിരിക്കുന്ന വൈപ്പറിലുണ്ട്. അയ്യോ ചേട്ടാ, എന്നെ രക്ഷിക്കണേ. ഹണി ബണി, എന്നെ രക്ഷിക്കേ. കൂട്ടുകാരെ രക്ഷിക്ക്, അല്ലെങ്കിൽ ഇവന്മാരെന്നെ ചവിട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കും. നീയൊക്കെ ആരാ? ഞങ്ങളെ മാൻഡി ബോയുടെ ആൾക്കാരാണ്. ഇവനെ മര്യാദക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്. ഞങ്ങൾക്ക് ഇവനെ നേരെ മാൻഡി ബോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. എന്തിന്?
എന്നെ അച്ചാറിടാൻ വേണ്ടിട്ടാ. ഞാൻ സത്യസന്ധമായിട്ട് മാന്റിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ? നീ ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സംശയമുണ്ടോ? അതെ, പക്ഷെ അത് യുവമാർക്ക് കുഴപ്പമായില്ലേ? ഇവന്മാർക്ക് എന്ത് കുഴപ്പമുണ്ടായി? നല്ല കാര്യങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അവനെ ഇങ്ങ് വിട്ടുവന്നേക്ക്. ഞങ്ങൾക്ക് അവനെ മാൻഡി ഭായിയുടെ അടുത്ത് എത്തിക്കണം. ആദ്യം ഞങ്ങളുടെ ഇടി വാങ്ങിച്ചോ. എന്റെ നേരെ തക്കാളി എറിയുന്നോടാ. അടിപൊളി ഹണി, കലക്കി നീ. നിന്നെ ഒന്നും മാൻഡി ഭായി വെറുതെ വിടില്ലടാ. ഓടിക്കോ. പാണ്ഡാ സാറിന് ഞാനാണ് മാൻഡിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തതെന്ന് ഇവന്മാർക്ക് എങ്ങനെയാ മനസ്സിലായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പേടിയുണ്ട് കൂട്ടുകാരെ, ഇവന്മാർ ഇനിയും വരാൻ സാധ്യതയുണ്ട്. നീ പേടിക്കണ്ട കിറ്റ്കിറ്റേ, നിനക്കൊന്നും സംഭവിക്കില്ല. അവന്മാര് വരുന്നതിന് മുമ്പ് നമുക്ക് അവന്മാരുടെ അടുത്തേക്ക് പോകാം. അത് കൊള്ളാം. രക്ഷപ്പെടുന്നതിന് പകരം ഇടി വാങ്ങിച്ചു കൂട്ടാനുള്ള പ്ലാനാണോ? എടാ, ഇതുപോലുള്ള ക്യാൻഡിയും മാൻഡിയും ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവനെയും പിടിച്ചിട്ട് നേരെ പോലീസിന്റെ കയ്യിലേക്ക് കൊടുക്കും. അതെ, അവനെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അവനെ നിന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. കിറ്റ്കിറ്റെ, നീ മാൻഡിയുടെ വിവരങ്ങൾ കൊടുത്തത് നല്ല കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും നിന്നെ ഞങ്ങൾ സഹായിക്കും. പേടിക്കണ്ട. ആ, ഇപ്പൊ എന്റെ പേടിയും പതുക്കെ പോയി തുടങ്ങി. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ ഇത് പറ, മാൻഡി ഇപ്പൊ എവിടെ ഉണ്ടാകും? മാൻഡി അവന്റെ ലൊക്കേഷൻ വീണ്ടും ചേഞ്ച് ചെയ്തിരിക്കുകയാണ് കൂട്ടുകാരെ. പക്ഷെ ഈ കിറ്റ്കിറ്റിനുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ ഒളിച്ചിരുന്നോണ്ട് ഒരു കാര്യമില്ല. നമ്മൾ അവനെ പിടികൂടി ഇൻസ്പെക്ടർ പാണ്ഡയുടെ കയ്യിലേൽപ്പിക്കും. ഇത് ചീറ്റിംഗ് ആണ്. ഈ ക്യാൻഡി മുഴുവൻ ഈ മാൻഡിയുടേതാണ്. ഇത് മുഴുവൻ എന്റെയാണ്. ഇത് ഞാൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മാൻഡിയുടെ ക്യാൻഡിയാണ്. ക്യാൻഡിയുടെ മാൻഡിയാണ്. മാൻഡിയുടെ ക്യാൻഡിയാണ്. മാൻഡി ഭായ്, ആ ഞണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ഭായ്. മാൻഡി, ഞാൻ കഴിക്കും ക്യാൻഡി. എടാ സാൻഡി, എടാ നിന്നെ കൊണ്ടൊരു ഞണ്ടിനെ പോലും പിടിക്കാൻ കഴിയുന്നില്ലടാ. ഞങ്ങൾ പിടിച്ചതാ ഭായ്, പക്ഷെ അവന്റെ ടീം അവനെ രക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നു. എന്ത് ടീം? എന്ത് ടീം? ആരുടെ ടീം? അത് പിന്നെ 2 പൂച്ചകളും ഒരു പട്ടിയുണ്ടായിരുന്നു. ആരാ അവരൊക്കെ? നീയൊക്കെ ഈ പോപ്പട്ടിനെ കുറിച്ച് പറയാൻ വിട്ടുപോയല്ലേ? സംശയമുണ്ടോ? ഇവര് നിങ്ങളുടെ പേര് മറന്നുപോയാലെന്താ? ഇനി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഈ മാൻഡിയോട് കളിച്ചാൽ അതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് നീ എപ്പോഴും ഓർക്കും. ഭായ്, ആ ഞണ്ടിവന്മാരുടെ കൂടെ ഇല്ല. എടാ, കിറ്റ്കിറ്റ് ഇതാ ഇവിടെയുണ്ട്. പക്ഷെ നീയൊക്കെ അവനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ചില്ലായിരുന്നോ? ഈ തോത്താറാമിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടുമെന്ന്. മാൻഡി കഴിക്കും ക്യാൻഡി. ഇനി നിനക്ക് ഞങ്ങൾ തരും നല്ല ഇടി. അടിക്ക്. മാൻഡി ഇനി ആർക്കും കൊടുക്കില്ല, സ്വന്തം ക്യാൻഡി. ഇനി കൊടുക്കാൻ പോകുന്നത് എന്താ? നല്ല ഇടി. കലക്കി ജോർദാറെ, നിനക്ക് സർക്കസിൽ പോയാലും ജോലി ചെയ്യാം. കൂട്ടുകാരെ, ആദ്യ സർക്കസ് കാണിച്ചത്, ഇനി നമുക്ക് അഭ്യാസങ്ങൾ കാണിക്കാം. അതെ, തുടങ്ങാം. ദാ പിടിച്ചോ.
മാൻഡി ഇനി നിന്റെ ഊഴവാ, സംശയമുണ്ടോ? കാൻഡി നന്നായി കഴിക്കും കാൻഡി. എന്റെ കാൻഡി. ഞണ്ടേ ഞണ്ടേ എടാ ഞണ്ടേ, നീ മാൻഡിയോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇനി പാണ്ട നിന്നെ ശരിയായ സ്ഥലത്താക്കിക്കോളൂ. മാൻഡി ഇനി നീ എങ്ങനെ രക്ഷപ്പെടും? അടിപൊളി കൂട്ടുകാരെ, നിങ്ങൾ മാൻഡിയെ ശരിക്കും കുടുക്കി കളഞ്ഞു. കുറെ കാലം നീ മുങ്ങി നടക്കായിരുന്നു, ഇനി നീ ജയിലിൽ പോയി കിടക്ക. ആന്റി, ഇനിയിപ്പോ നിനക്ക് ജയിലിൽ ക്യാൻഡി കിട്ടില്ലല്ലോ. കൂട്ടുകാരെ, എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ നിന്റെ കൂടെ ഉള്ളപ്പോ നീ ഒരിക്കലും അപകടത്തിൽ പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. Thank you.